9ാം ക്ലാസ്സിലെ നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ പേര് ജീവിക്കുന്ന സമൂഹം എന്നാണ്. സമൂഹത്തിൽ നല്ല അഭിഷേകമുള്ള ഒരു മലങ്കര സുറിയാനി കത്തോലിക്കനായി ജ്വലിച്ചു വരുവാനുള്ള അറിവുകൾ നിറഞ്ഞതാണ് ഈ പാഠപുസ്തകം. ഈ പാഠപുസ്തകത്തിലെ 3ാം ഭാഗത്തെ 7ാമത്തെ അധ്യായമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഈ അധ്യായം. വിഷയം ഇതാണ്: സഭയിലെ ആദ്യത്തെ 7 സാർവത്രിക സുനകദോസുകൾ. എന്താണ് സുനകദോസ്? എന്താണ് സുനകദോസ്? നമ്മുടെ വിശുദ്ധ കുർബാനയിൽ മാർ ഇവാനിയോസിൻ്റെ അനാഫറയിൽ വിശുദ്ധ കുർബാന മധ്യസ്ഥ പ്രാർത്ഥനയുടെ നേരം 5ാമത്തെ തുബ്ദേനിൽ വൈദികൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, വിശുദ്ധ സുനകദോസുകളിൽ ഉറപ്പിക്കപ്പെട്ട സത്യവിശ്വാസമാകുന്ന പാറമേൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. എന്താണ് സുനകദോസ്? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, സത്യവിശ്വാസത്തിനെതിരെ, സത്യ ആരാധനയ്ക്കെതിരെ സഭയിൽ അബദ്ധ പ്രചരണങ്ങൾ, അബദ്ധ പഠിപ്പിക്കലുകൾ ഉണ്ടാകുമ്പോൾ സഭാധ്യക്ഷന്മാർ ഒരുമിച്ച് കൂടിയ സഭായോഗങ്ങൾക്ക് പറയുന്ന പേരാണ് സുനകദോസ്, അല്ലെങ്കിൽ സിനഡ്, അല്ലെങ്കിൽ കൗൺസിൽ എന്നൊക്കെ പറയും. ആദ്യത്തെ സുനകദോസ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തോല പ്രവർത്തനം 15ാം അധ്യായത്തിൽ ആദ്യത്തെ സുനകദോസിനെ കുറിച്ച് പറയുന്നു. ജെറുസലേമിലാണ് ഈ സുനകദോസ് കൂടിയത്. AD 50 ഇത് നടക്കുന്നത്. ഇവിടുത്തെ സുനകദോസ് കൂടുവാനുള്ള പ്രധാന കാരണം ഇതായിരുന്നു: വിജാതിയരായി ചേർന്ന ക്രിസ്ത്യാനികൾ പരിച്ഛേദന കർമ്മം ചെയ്യണോ, പരിച്ഛേദന കർമ്മം അനുഷ്ഠിക്കണോ? അതായിരുന്നു അന്നത്തെ വിഷയം. അതിൽ പത്രോസ് ശ്ലീഹ എഴുന്നേറ്റ് നിന്ന് പറയുന്ന ഒരു കാര്യം അപ്പോസ്തല പ്രവർത്തനം 15ാം അധ്യായം 8ാം വാക്യത്തിൽ പറയുന്നു: ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്കുന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവരെ അംഗീകരിച്ചു. അവർക്ക് പരിച്ഛേദന കർമ്മം അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. ഹൃദയം തുറന്ന് കർത്താവിനെ, യേശുവിനെ നാഥനായി, രക്ഷകനായി സ്വീകരിക്കണം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള ആ നാമത്തെ ഏറ്റെടുക്കണം, ഏറ്റുപറയണം. അതായിരുന്നു ആദ്യത്തെ സുനകദോസ്. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സഭയിലെ ആദ്യത്തെ 7 സാർവത്രിക സുനകദോസുകളെ കുറിച്ചാണ്. നമ്മൾ ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും, പഠിക്കുന്നതിന് മുമ്പും, ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും സുഭാഷിതങ്ങൾ 3ാം അധ്യായം 6ാം വാക്യത്തിൽ പറയും: നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. നമുക്ക് പ്രാർത്ഥനയോടെ ഈ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. നമുക്ക് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് തമ്പുരാന്റെ സന്നിധിയിൽ ഈ വിഷയം മനസ്സിലാക്കുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? കർത്താവേ, നിയമാവർത്തന പുസ്തകം 4ാം അധ്യായം 7ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോടിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ വചനം വിശ്വസിച്ച് ഞങ്ങളിന്ന് പഠിക്കാൻ പോകുന്ന ഈ വിഷയത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വിഷയം ആധികാരികമായിട്ട് മനസ്സിലാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. ഈ 7 സാർവത്രിക സുനകദോസും അന്നത്തെ ഏഷ്യ മൈനറിൽ വെച്ചാണ് നടക്കുന്നത്. അന്നത്തെ ഏഷ്യ മൈനർ എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കി എന്ന് പറയുന്ന രാജ്യമാണ് അന്നത്തെ ഏഷ്യ മൈനർ. ഏഷ്യ മൈനറിലെ പല സ്ഥലങ്ങളിൽ വെച്ചാണ് ഈ സുനകദോസുകൾ നടക്കുന്നത്. നമ്മൾ 1ാം സുനകദോസിലേക്ക് പ്രവേശിക്കുകയാണ്. 1ാമത്തെ സുനകദോസിൻ്റെ പേര് നിത്യ സുനകദോസ് എന്നാണ്.
നിക്യ സുനഗദോസ്. ഇത് ബിഥീനിയയിലെ നിക്യ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സുനഗദോസ് കൂടിയത്. അത് ഇന്നത്തെ തുർക്കിയിലെ ഇസ്നിക് എന്ന് പറയുന്ന സ്ഥലമാണ്. തുർക്കിയിലെ ഇസ്നിക് എന്ന് പറയുന്ന സ്ഥലമാണ് ഈ നിക്യ എന്ന് പറയുന്നത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഈ സുനഗദോസ് വിളിച്ചു കൂട്ടിയത്. ഇത് വിളിച്ചു കൂട്ടാനുള്ള കാരണം ആര്യനിസം എന്നൊരു പാഷണ്ഡത ആ സമയത്തുണ്ടായിരുന്നു. ആര്യനിസം പാഷണ്ഡത അങ്ങനെ ശക്തമായപ്പോൾ വിളിച്ചു കൂട്ടിയ സുനഗദോസാണ് ഈ നിക്യ സുനഗദോസ്. എന്താണ് ആര്യനിസം? 3-4 പോയിന്റോടുകൂടി ഞാൻ ഈ ആര്യനിസം പറയാം. ആര്യനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലക്സാണ്ട്രിയൻ വൈദികൻ ആയ ആരിയൂസ് ഒരു അബദ്ധ സിദ്ധാന്തം, അബദ്ധ ഉപദേശം പ്രചരിപ്പിച്ചു. ഇതായിരുന്നു ഉപദേശം. 1, യേശു തമ്പുരാൻ, പുത്രൻ തമ്പുരാൻ സൃഷ്ടി മാത്രമാണ്. 1, യേശു തമ്പുരാൻ സൃഷ്ടി മാത്രമാണ്, സൃഷ്ടിയാണ്. 2, സത്തയിൽ പിതാവിനോട് തുല്യനല്ല, സത്തയിൽ പിതാവിനോട് തുല്യനല്ല. 3, പുത്രനില്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം പുത്രൻ ഒരു സൃഷ്ടി മാത്രമാണ്, പുത്രനില്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. 4, പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റാണ് പുത്രൻ തമ്പുരാന്റെ ദൈവത്വം നിഷേധിക്കുന്ന ഒരു പ്രചരണം, ഒരു പഠിപ്പീരായിരുന്നു ആര്യനിസം. 4 കാര്യങ്ങളാണ്. പുത്രൻ സൃഷ്ടി മാത്രമാണ്, സത്തയിൽ പിതാവിനോട് തുല്യനല്ല, പുത്രൻ ഇല്ലാത്ത ഒരു സമയമുണ്ടായിരുന്നു. 4, പുത്രൻ തമ്പുരാന്റെ ദൈവത്വം പൂർണ്ണമായിട്ട് നിഷേധിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. ഇതാണ് ആര്യനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെതിരെയാണ് സഭാപിതാക്കന്മാര്, മേലധ്യക്ഷന്മാര്, ശ്രേഷ്ഠന്മാര് ഒരുമിച്ച് കൂടിയത്. പൗരസ്ത്യ സഭയിൽ നിന്നും പാശ്ചാത്യ സഭയിൽ നിന്നും, അതായത് അലക്സാണ്ട്രിയൻ സഭയിൽ നിന്നും അന്ത്യോക്യൻ സഭയിൽ നിന്നൊക്കെ ആൾ ഒരുമിച്ച് കൂടി. ഇപ്പം ഈ നിക്യ സുനഗദോസ് പഠിപ്പിച്ചത് ഇതാണ്: പിതാവും പുത്രനും ഒരേ സത്തയാണ്. പുത്രൻ തമ്പുരാന്റെ ദൈവത്വം ഈ സുനഗദോസ് പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ ആശയം ഉൾപ്പെടുത്തി ഒരു വിശ്വാസ പ്രമാണം വിശ്വാസ പ്രമാണം പ്രഖ്യാപിച്ചു. അതാണ് നിക്യ വിശ്വാസ പ്രമാണം എന്നറിയപ്പെടുന്നത്. കൂടാതെ 20 കാനോനുകളെ ക്രോഡീകരിച്ചുകൊണ്ട് വൈദിക സ്ഥാനീയരുടെ ബ്രഹ്മചര്യം, വിയർപ്പ് പെരുന്നാൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഈ സുനഗദോസിൽ ചർച്ച ചെയ്തു. പ്രധാനമായിട്ടുള്ള നിക്യ സുനഗദോസിലെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം ആര്യനിസം എന്ന പാഷണ്ഡതയാണ്. ഞാൻ പറഞ്ഞു 4 പോയിന്റാണ്. പുത്രൻ തമ്പുരാൻ സൃഷ്ടി മാത്രമാണ്, പുത്രൻ തമ്പുരാൻ പിതാവിനോട് സത്തയിൽ പിതാവിനോട് തുല്യനല്ല. 3, പുത്രൻ തമ്പുരാൻ ഇല്ലാത്ത ഒരു സമയമുണ്ടായിരുന്നു, പുത്രൻ തമ്പുരാന്റെ ദൈവത്വം നിഷേധിക്കുന്ന ഒരു പഠിപ്പീരായിരുന്നു ഇത്. 4 കാര്യങ്ങളാണ്. അപ്പം നിക്യ സുനഗദോസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് തുടങ്ങിയത് AD 325 വിളിച്ചുകൂട്ടിയതാരായിരുന്നു? കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയായിരുന്നു. വിഷയം ആര്യനിസമായിരുന്നു. രണ്ടാമത്തെ സുനഗദോസ് വളരെ പ്രധാനപ്പെട്ട ഒരു സുനഗദോസാണ് കോൺസ്റ്റാന്റിനോപ്പിൾ 1-ാം സുനഗദോസ്. ഇത് AD 381 തുടങ്ങുന്നത്. ഇത് വിളിച്ചുകൂട്ടിയതാരാ? തിയോഡോഷ്യസ് 1-ാമൻ ചക്രവർത്തിയാണ് വിളിച്ചുകൂട്ടുന്നത്. ഇത് വിളിച്ചുകൂട്ടാനുള്ള കാരണം ഇതായിരുന്നു. നമ്മൾ ആദ്യത്തെ സുനഗദോസിൽ ചർച്ച ചെയ്ത ആര്യനിസം എന്ന പാഷണ്ഡത, അത് പല ഭാവത്തിലും രൂപത്തിലും റോമിലെ പല സഭകളിലും പ്രചരിക്കുന്നു. ഇതിനൊരു അവസാനം വേണം. ഇതിനുവേണ്ടിയാണ് ഈ സുനഗദോസ് വിളിച്ചുകൂട്ടിയത്. ഇത് പ്രചരിക്കാനുള്ള ഒരു കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവശാസ്ത്ര പദങ്ങൾക്ക് ഒരു അർത്ഥക്ലിപ്തതയില്ല. അപ്പോൾ ആ ഒരു അർത്ഥം വേണം. അങ്ങനെ ഈ സുനഗദോസ് കൂടി. ഈ സുനഗദോസിൽ എടുത്തു പറയേണ്ട
3 വ്യക്തികളുണ്ട്. നമ്മളത് ഈ സുനോദോസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട പേരാണ്. ഇവരുടെ സംഭാവനകൾ വളരെ വലുതാണ്. ഇവരെ കപ്പദോച്യൻ ഫാദേഴ്സ്, കപ്പദോച്യൻ പിതാക്കന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ 3 പേരുടെ പേര്: വിശുദ്ധ ബെസേലിയോസ്, വിശുദ്ധ ഗ്രിഗറി നസ്യാൻസൻ, വിശുദ്ധ ഗ്രിഗറി നീസ. ഈ 3 പേര് ഇവര് ദൈവശാസ്ത്ര പദങ്ങൾക്ക് ഒരു അർത്ഥക്ലിപ്തത നൽകി. ഇവർ പഠിപ്പിച്ചതാണ് ഏക ദൈവത്തിൽ ഏക സത്യം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 ആളുകളും ഉണ്ടെന്ന് വ്യക്തമായിട്ട് പഠിപ്പിച്ചു. ഏക ദൈവത്തിൽ ഏക സത്യമാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളുകൾ ഉണ്ട്. അപ്പം അങ്ങനെ ഈ പിതാക്കന്മാരുടെ ദൈവശാസ്ത്ര സംഭാവനകളുടെ വെളിച്ചത്തിൽ അവിടെ കൂടിയിരുന്ന 150 പിതാക്കന്മാർ ചേർന്ന് ഒരു വിശ്വാസ പ്രമാണം, നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം രൂപം നൽകി. ആ വിശ്വാസ പ്രമാണമാണ് നമ്മുടെ പല സഭകളിലും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം കോൺസ്റ്റാന്റിനോപ്പിൾ സുനഹദോസ് വളരെ പ്രധാനപ്പെട്ട ഒരു സുനഹദോസാണ്. ആരിനിസം എന്ന പാഷണ്ഡത പല ഭാവത്തിലും രൂപത്തിലും റോമിലെ പല സഭകളിലും പ്രചരിക്കുന്നു. ഈ പാഷണ്ഡതയ്ക്ക് ഒരു അവസാനം വേണം. അപ്പം അങ്ങനെ ഈ സുനഹദോസ് തിയോഡോഷ്യസ് 1-ാമൻ ചക്രവർത്തി വിളിച്ചു കൂട്ടുന്നു. അപ്പോൾ ഇങ്ങനെ ഇതിൽ പ്രധാനപ്പെട്ട 3 വ്യക്തികൾ അവർ വിശുദ്ധ ബെസേലിയോസ്, വിശുദ്ധ ഗ്രിഗറി നസ്യാൻസൻ, വിശുദ്ധ ഗ്രിഗറി നീസ. ഇവര് ദൈവശാസ്ത്ര പദങ്ങൾക്ക് ഒരു അർത്ഥക്ലിപ്തത നൽകി. അതിനായിരുന്നു ഏകദൈവത്തിൽ ഏകസത്ത. ഏകദൈവത്തിൽ ഏകസത്തയാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ 3 ആളുകൾ. ഇതാണ് 2-ാമത്തെ സുനഹദോസ്. 3-ാമത്തെ സുനഹദോസ് എഫേസോസ് സുനഹദോസ് എന്നാണ്. എഫേസോസ് സുനഹദോസ് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സുനഹദോസാണ്. AD 431 ഈ സുനഹദോസ് കൂടിയത്. തിയോഡോഷ്യസ് 2-ാമൻ ചക്രവർത്തിയാണ് ഇത് വിളിച്ചു കൂട്ടിയത്. അപ്പം ഈ സുനഹദോസ് പ്രഖ്യാപിച്ച ഒരു കാര്യം, ഈ ക്രിസ്തു ഏക വ്യക്തിയാണ് എന്ന സത്യത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു ഈ സുനഹദോസ്. ക്രിസ്തു ഏക വ്യക്തിയാണ് എന്ന സത്യത്തിൻ്റെ ഒരു പ്രഖ്യാപനമായിരുന്നു ഈ സുനഹദോസ്. ഈ സുനഹദോസിലെ ഒരു ദൂഷ്യഭാഗം, ഒരു പോരായ്മ എന്ന് പറയുന്നത് അലക്സാണ്ട്രിയക്കാരും അന്ത്യോക്യക്കാരും സംബന്ധിച്ചിരുന്നു. പക്ഷേ അന്ത്യോക്യൻ ദൈവശാസ്ത്ര ചിന്തകൾക്ക് ഈ സുനഹദോസ് അധികം പ്രാധാന്യം നൽകിയില്ല, ചർച്ച ചെയ്തില്ല. അതൊരു ചെറിയ പിളർപ്പിന് കാരണമാക്കി മാറ്റി. 2 കൂട്ടരും സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടു. ഒരു അലക്സാണ്ട്രിയൻകാർ ഏക വ്യക്തിത്വം അതിൽ ഉറച്ചു നിന്നു. അന്ത്യോക്യൻ കൂട്ടർ ഒരു 2 സ്വഭാവങ്ങൾ, ദൈവത്വവും മനുഷ്യത്വവും യേശുവിനുണ്ട്, ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നു. ഒരു പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ പോയി എന്നുള്ളതാണ് ഇതിലെ ഒരു പോരായ്മ. ഈ സുനഹദോസ് കൂടാനുള്ള ഒരു കാരണം, നെസ്തോറിയോസ് എന്ന് പറയുന്ന ഒരാൾ ഒരു പാഷണ്ഡത പഠിപ്പിച്ചു. പാഷണ്ഡത ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. യേശുവിൽ 2 വ്യക്തിത്വങ്ങളുണ്ട്, മനുഷ്യത്വം, ദൈവത്വം. മനുഷ്യൻ എന്ന വ്യക്തി, ദൈവം എന്ന വ്യക്തി. അപ്പം പരിശുദ്ധ അമ്മയെ പറ്റി കൂടിയാണ് ഈ സുനഹദോസ് പറയുന്നത്. അപ്പം യേശു എന്ന് പറയുന്നത് മനുഷ്യനായ യേശുവിൻ്റെ അമ്മ മാത്രമാണ് മറിയം. പരിശുദ്ധ കന്യക മറിയം ദൈവമാതാവല്ല, മനുഷ്യനായ യേശുവിൻ്റെ അമ്മ മാത്രമാണ് മറിയം എന്നൊരു സിദ്ധാന്തം, എന്നൊരു പഠിപ്പീര് ഈ നെസ്തോറിയോസ് പഠിപ്പിച്ചു. ഇതാണ് നെസ്തോറിയനിസം എന്നറിയപ്പെട്ട പാഷണ്ഡത. നെസ്തോറിയനിസം എന്ന പാഷണ്ഡത എന്ന് പറയുന്നത് ഇതാണ്. ഈ പാഷണ്ഡതയെ പൂർണ്ണമായി ഈ സിനഡ് തള്ളിപ്പറഞ്ഞു. നമുക്കറിയാം
വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 43-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധ കന്യക മറിയം ഏലിശിബ പുണ്യവതിയുടെ ഭവനത്തിൽ ചെല്ലുമ്പം ഏലിശിബ പുണ്യവതി പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കന്യകയായ പരിശുദ്ധ അമ്മയെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇപ്പം നെസ്തോറീസിൻ്റെ പാഷണ്ഡതയെ പൂർണ്ണമായിട്ട് ഈ സുനകദോസ് തള്ളിക്കളഞ്ഞു. അപ്പോൾ എഫേസോസ് സുനകദോസിനെ പറ്റി ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ AD 431 ഈ സുനകദോസ് കൂടുന്നത്. ഇത് ആരാ വിളിച്ചു കൂട്ടിയെ നേതൃത്വം നൽകിയത്? ആരാ? വിശുദ്ധ സിറിലാണ് ഇതിന് നേതൃത്വം നൽകിയത്. വിളിച്ചു കൂട്ടിയ ചക്രവർത്തിയുടെ പേര് തിയോഡോഷ്യസ് രണ്ടാമൻ ചക്രവർത്തിയാണ്. പ്രധാനപ്പെട്ട വിഷയം നെസ്തോറിയൻ ഭാഷണത, നെസ്തോറിയനിസം ആയിരുന്നു. അപ്പം നെസ്തോറിയൂസ് ഇങ്ങനെ പഠിപ്പിച്ചു, യേശുവിൽ 2 വ്യക്തിത്വങ്ങളുണ്ട്. മനുഷ്യൻ, 2 ദൈവം, ദൈവികമായ വ്യക്തിത്വവും മാനുഷികമായ വ്യക്തിത്വവും. അപ്പം മനുഷ്യനായ യേശുവിൻ്റെ അമ്മ മാത്രമാണ് മറിയം ദൈവമാതാവല്ല. അങ്ങനെ നെസ്തോറിയൂസ് പഠിപ്പിച്ചു. ഈ പാഷണ്ഡതയെ പൂർണ്ണമായിട്ട് ഈ സുനകദോസ് തള്ളിക്കളഞ്ഞു. ഇതാണ് എഫേസോസ് സുനകദോസ്. 4ാമത്തെ സുനകദോസ്, നമ്മൾ ഇതുവരെ 3 സുനകദോസുകൾ പഠിച്ചു. 1 നിക്യ സുനകദോസ്, 2 കോൺസ്റ്റാന്റിനോപ്പിൾ സുനകദോസ്, 3 എഫേസോസ് സുനകദോസ്. ഇപ്പോൾ 4ാമത്തെ സുനകദോസാണ് പഠിക്കാൻ പോകുന്നത്. കൽക്കദോനിയ അല്ലെങ്കിൽ കാൽസിഡോൺ സുനകദോസ്. ഇത് AD 451 കൂടുന്നത്. ഇത് കൂടാനുള്ള കാരണം നമ്മളെ എഫേസോസ് സുനകദോസിൽ ചില പിളർപ്പുകൾ ഉണ്ടായതായിട്ട് നമ്മൾ പഠിച്ചു. ആ പിളർപ്പുകൾ തീർക്കാൻ വേണ്ടി അലക്സാണ്ട്രിയക്കാരും അന്ത്യോക്യക്കാരും ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തീർക്കാൻ വേണ്ടി അവരെ യോജിപ്പിക്കാൻ, അവരുടെ ദൈവശാസ്ത്ര ചിന്തകൾ യോജിപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് ഈ കാൽസിഡോൺ സുനകദോസ് കൂടുന്നത്. ഈ കാൽസിഡോൺ സുനകദോസിൽ പ്രധാനമായി ചർച്ച ചെയ്ത ഒരു വിഷയം ഏക സ്വഭാവവാദം എന്ന പാഷണ്ഡതയായിരുന്നു. ഏക സ്വഭാവവാദം എന്താണ്? ഏക സ്വഭാവവാദം ഇതാണ്, യേശുവിൽ 2 സ്വഭാവങ്ങൾ ഒന്നു ചേർന്ന് യേശുവിൽ ഒരു സ്വഭാവവും ഒരു വ്യക്തിയും എന്ന് മാത്രമുള്ള പഠിപ്പീരായിരുന്നു ഏക സ്വഭാവവാദം. യേശുവിൽ ഒരു സ്വഭാവവും ഒരു വ്യക്തിയും മാത്രമാണ് ഉള്ളത്. അതാണ് ഏക സ്വഭാവവാദം. ഈ സുനകദോസ് പൂർണ്ണമായിട്ട് ഏക സ്വഭാവവാദത്തെ തള്ളിപ്പറഞ്ഞു. സുനകദോസ് പഠിപ്പിച്ച കാര്യം ഇതാണ്, യേശുവിൽ ഒരു വ്യക്തിയും 2 സ്വഭാവങ്ങളും ഉണ്ട്. യേശുവിൽ ഒരു വ്യക്തിയും 2 സ്വഭാവങ്ങളും ഉണ്ടെന്ന് സുനകദോസ് പഠിപ്പിച്ചു. ഈ ഏക സ്വഭാവവാദം ഉന്നയിച്ചവരാണ് പിൽക്കാലത്ത് യാക്കോബക്കാർ എന്നറിയപ്പെടുന്നത്. യാക്കോബ സഭയിൽപ്പെട്ട മോർ ഗ്രിഗോറിയോസ് 17-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വരികയും ഇവിടെ വിഘടിച്ചിരുന്ന പുത്തൻകുറ്റുകാരെ ഒരുമിപ്പിക്കുകയും അങ്ങനെ യാക്കോബ സഭ കേരളത്തിൽ രൂപം കൊണ്ടു. ഇതാണ് ചരിത്രം. നമ്മൾ കൽക്കദോനിയ സുനകദോസിനെ പറ്റി പഠിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏക സ്വഭാവവാദമാണ്. ഏക സ്വഭാവവാദം എന്നാൽ യേശുവിൽ 2 സ്വഭാവങ്ങൾ ഒന്നു ചേർന്ന് ഒരു സ്വഭാവവും ഒരു വ്യക്തിയുമാണ് ഉള്ളതെന്ന് ഏക സ്വഭാവവാദഗതിക്കാർ പറഞ്ഞു. ഇതിനെ പൂർണ്ണമായിട്ട് ഈ സുനകദോസ് തള്ളിക്കളഞ്ഞു. സുനകദോസ് പഠിപ്പിച്ചതാണ്, യേശുവിൽ ഏക വ്യക്തിയും 2 സ്വഭാവങ്ങളുമാണ് ഉള്ളത്, മനുഷ്യത്വവും ദൈവത്വവും. ഇതാണ് കാൽസിഡോണിയൻ അല്ലെങ്കിൽ കൽക്കദോനിയ സുനകദോസ്. കോൺസ്റ്റാന്റിനോപ്പിൾ 2-ാം സുനകദോസാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. AD 553 ഈ സുനകദോസ് വിളിച്ചു കൂട്ടിയത്. ഈ സുനകദോസിൽ മേധാവിത്വം പുലർത്തിയത്, വിളിച്ചു കൂട്ടിയതൊക്കെ ജസ്റ്റീനിയൻ ചക്രവർത്തിയായിരുന്നു. ഈ സുനകദോസ്
യേശുവിൻ്റെ ഏക വ്യക്തിത്വത്തെ വീണ്ടും പ്രഖ്യാപിച്ചു. ഈ സുനഹദോസിൽ യേശുവിൻ്റെ ഏക വ്യക്തിത്വത്തെ വീണ്ടും ഊന്നി പറഞ്ഞു. എന്നാൽ ഈ സുനഹദോസിൽ, കോൺസ്റ്റാന്റിനോപ്പിൾ രണ്ടാം സുനഹദോസിൽ, നമ്മൾ എഫേസോസ് സുനഹദോസിൽ സംഭവിച്ച ചില പോരായ്മകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അലക്സാണ്ട്രിയക്കാരും അന്ത്യോക്യക്കാരും തമ്മിലുള്ള ഒരു ദൈവശാസ്ത്ര സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങൾ, അന്ത്യോക്യൻ സഭയിലെ ദൈവശാസ്ത്ര ചിന്തകൾക്ക് പ്രാധാന്യം കൊടുത്തില്ല, ചർച്ച ചെയ്തില്ല. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ ഈ സുനഹദോസിലും ആവർത്തിക്കുക മാത്രമല്ല, അന്ത്യോക്യയിലെ ഈ ആശയങ്ങൾ, അവരുടെ ദൈവശാസ്ത്ര ആശയങ്ങൾ, ചിന്തകളൊക്കെ പറഞ്ഞവർക്കെതിരെ ഈ സുനഹദോസിൽ നടപടിയെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായി. അപ്പോൾ അത് വളരെ വലിയൊരു പിളർപ്പിന് കാരണമായിട്ട് മാറി. കോൺസ്റ്റാന്റിനോപ്പിൾ രണ്ടാം സുനഹദോസ് നമ്മൾ പഠിച്ചത് ഇതാണ്. ജസ്റ്റീനിയൻ ചക്രവർത്തിയാണ് ഇത് വിളിച്ചു കൂട്ടിയത്. AD 553 സുനഹദോസ് ചേർന്നത്. അതിൽ എഫേസോസ് സുനഹദോസിൽ സംഭവിച്ച പോരായ്മകളുടെ ഒരു ആവർത്തനമായിരുന്നു ഈ സുനഹദോസ്. അടുത്തതായിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ മൂന്നാം സുനഹദോസ്. ഈ സുനഹദോസ് കൂടുന്നത് AD 680. AD 680 ഈ സുനഹദോസ് കൂടുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കാൽസിഡോണിയൻ സുനഹദോസിൻ്റെ ഒരു തുടർച്ചയായിരുന്നു ഈ സുനഹദോസ്. കൽക്കദോനിയ അല്ലെങ്കിൽ കാൽസിഡോണിയൻ സുനഹദോസ് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഒരു തുടർച്ചയായിരുന്നു ഈ സുനഹദോസ്. അപ്പം യാക്കോബക്കാരെ, ഏക സ്വഭാവാധിപതിക്കാരെ കത്തോലിക്കരുമായിട്ട് യോജിപ്പിക്കാനുള്ള ഒരു ശ്രമം ബൈസന്റിയൻ ചക്രവർത്തിമാർ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഏകേച്ഛവാദം, മോണോതെലിറ്റിസം എന്നൊരു സംഭവം, അബദ്ധ ഉപദേശം ഇതിൽ അവതരിപ്പിച്ചു. ഇതിനെതിരായിട്ടുള്ള ഒരു സിനഡായിരുന്നു ഇത്. ഏകേച്ഛവാദത്തിനെതിരായിട്ട് ഈ സിനഡിൻ്റെ പഠിപ്പിച്ചതായിരുന്നു, ക്രിസ്തുവിന് മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും ഉള്ളതിനാൽ ക്രിസ്തുവിൽ ദൈവിക ഇച്ഛയും മാനുഷിക ഇച്ഛയും ഉണ്ടെന്ന കാര്യം ഈ സിനഡ് വ്യക്തമാക്കി. ക്രിസ്തുവിൽ ദൈവിക ഇച്ഛയും മാനുഷിക ഇച്ഛയും ഉണ്ട് എന്ന ഒരു പഠിപ്പീര് ഈ സുനഹദോസ് സ്പഷ്ടമാക്കി. അപ്പം കോൺസ്റ്റാന്റിനോപ്പിൾ മൂന്നാം സുനഹദോസ് ഇതെന്നാണ് കൂടിയത്? AD 680. ഈ സുനഹദോസിലെ പ്രധാനപ്പെട്ട കാര്യം യാക്കോബക്കാരെ കത്തോലിക്കരുമായിട്ട് യോജിപ്പിക്കുക. അതിനുവേണ്ടി ബൈസന്റിയൻ ചക്രവർത്തിമാർ മോണോതെലിറ്റിസം അല്ലെങ്കിൽ ഏകേച്ഛവാദം എന്നൊരു അബദ്ധ സിദ്ധാന്തം ഇതിൽ ഈ സിനഡിൽ അവതരിപ്പിച്ചു. ഈ അബദ്ധ സിദ്ധാന്തം പൂർണ്ണമായിട്ട് സിനഡ് തള്ളിക്കളഞ്ഞു. അപ്പം ക്രിസ്തുവിൽ മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും ഉള്ളതിനാൽ ക്രിസ്തുവിൽ ദൈവിക ഇച്ഛയും മാനുഷിക ഇച്ഛയും ഉണ്ട് എന്ന് ഈ സുനഹദോസ് പഠിപ്പിച്ചു. ഏറ്റവും അവസാനത്തെ സുനഹദോസ് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അതിന് മുമ്പ് നമ്മൾ ഇതുവരെ പഠിച്ച സുനഹദോസുകൾ ഏതൊക്കെയായിരുന്നു? 6 സുനഹദോസുകൾ ഇതുവരെ പഠിച്ചു. 1 നിക്യ സുനഹദോസ്, 2 കോൺസ്റ്റാന്റിനോപ്പിൾ ഒന്നാം സുനഹദോസ്, 3 എഫേസോസ് സുനഹദോസ്, 4 കൽക്കദോനിയ കാൽസിഡോൺ സുനഹദോസ്, 5 കോൺസ്റ്റാന്റിനോപ്പിൾ രണ്ടാം സുനഹദോസ്, 6 കോൺസ്റ്റാന്റിനോപ്പിൾ മൂന്നാം സുനഹദോസ്. ഇനി അവസാനത്തെ സുനഹദോസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിക്യ രണ്ടാം സുനഹദോസ്, നിക്യായിൽ വെച്ച് നടന്ന രണ്ടാമത്തെ സുനഹദോസ്. ഇതെന്താ നടന്നത്? AD 787 നിക്യ സുനഹദോസ് നടന്നത്. ഇത് നടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പറയാൻ പോകുന്നത്. കാരണം ഇതാണ്, ഛായാചിത്രങ്ങൾ തകർക്കൽ. അതിനെ പറയുന്നത് ഐക്കണോക്ലാസം. ഛായാചിത്രങ്ങൾ തകർക്കുന്ന ഒരു അബദ്ധ പ്രബോധനം, അബദ്ധ ഉപദേശം, അബദ്ധ പഠിപ്പീര് അവിടെ എല്ലാം വ്യാപിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ്, അതിനെതിരെയാണ് ഈ സുനഹദോസ് കൂടിയത്. ഈ സുനഹദോസിൽ പഠിപ്പിച്ച ഒരു കാര്യം, ഈ പ്രതിച്ഛായകളുടെ നിർമ്മാണവും മണക്കവും ഒക്കെ സഭാ പാരമ്പര്യത്തിൽപ്പെട്ട ഒന്നാണ്. പ്രതിച്ഛായകൾ, നമ്മൾ വരയ്ക്കുന്ന കർത്താവിൻ്റെ ഫോട്ടോ,
അത് വണങ്ങുന്നത് നമ്മുടെ സഭാ പാരമ്പര്യത്തിൽപ്പെട്ടതാണ്. നമ്മുടെ വിശുദ്ധ ലൂക്കോസ് വരച്ച പരിശുദ്ധ അമ്മയുടെ പടം, ഛായാചിത്രം നമ്മുടെ കുറവിലങ്ങാട് അതിൻ്റെ ഒരു കോപ്പി ഇരിപ്പുണ്ട്. കുറവിലങ്ങാട് മർത്തമറിയം ദേവാലയത്തിൽ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വിശുദ്ധ ലൂക്കോസ് വരച്ചതാണ്. അപ്പോൾ അത് ഛായാചിത്രങ്ങൾ വണങ്ങുന്നത് സഭാ പാരമ്പര്യത്തിൽപ്പെട്ട ഒന്നാണ്. ഇനി ഈ ഛായാചിത്രങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവപുത്രൻ്റെ മാനുഷിക മുഖമാണ് പ്രതിച്ഛായകളിലൂടെ അവതരിപ്പിക്കുന്നത്. ദൈവപുത്രൻ്റെ മാനുഷികമായ മുഖമാണ് പ്രതിച്ഛായകളിലൂടെ നമുക്ക് അനുഭവമാകുന്നത്, അവതരിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ രക്ഷയ്ക്കായി മനുഷ്യനായി തീർന്ന ദൈവത്തിൽ അത് എത്തിച്ചേരാനുള്ള ഒരു വഴിയാണ് ഇതെന്ന് സുനഹദോസ് പഠിപ്പിച്ചു. ഇപ്പം പ്രധാനമായിട്ട് അവസാനത്തെ സുനഹദോസ് നിക്യ രണ്ടാം സുനഹദോസ്, നിക്യ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടാം പ്രാവശ്യം നടന്ന സുനഹദോസ്. ഇതിലെ പ്രധാന വിഷയം ഛായാചിത്രങ്ങൾ തകർക്കൽ, ഐക്കണോക്ലാസം. ഈ ഒരു അബദ്ധ പ്രബോധനത്തിന് എതിരായിട്ടാണ് ഈ സുനഹദോസ് കൂടിയത്. അപ്പം ഛായാചിത്രങ്ങൾ എന്ന് പറയുന്നത് ദൈവിക മാനുഷിക മുഖം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഛായാചിത്രങ്ങളെ വണങ്ങുന്നത് സഭാ പാരമ്പര്യത്തിൽപ്പെട്ടതാണ്. ഇതൊക്കെ ഈ സുനഹദോസ് നമ്മളെ പഠിപ്പിച്ചു. 7 സുനഹദോസുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇതൊക്കെയായിരുന്നു ആദ്യം മുതൽ നമ്മൾ പറയുന്നു. 1 നിക്യ സുനഹദോസ്, 2 കോൺസ്റ്റാന്റിനോപ്പിൾ സുനഹദോസ്, 3 എഫേസോസ് സുനഹദോസ്, 4 കൽക്കദോനിയ കാൽസിഡോൺ സുനഹദോസ്, 5 കോൺസ്റ്റാന്റിനോപ്പിൾ രണ്ടാം സുനഹദോസ്, 6 കോൺസ്റ്റാന്റിനോപ്പിൾ മൂന്നാം സുനഹദോസ്, അവസാനമായിട്ട് നിക്യ രണ്ടാം സുനഹദോസ്. ഇത് വ്യക്തമായിട്ട് നമ്മളിപ്പം ചെറിയ രീതിയിൽ മാത്രമേ വിവരിച്ചുള്ളൂ. ഇത് വ്യക്തമായിട്ട് ആഴമായിട്ട് പഠിക്കണം. അപ്പോൾ ഈ ഓരോ സുനഹദോസുകളെ പറ്റി വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ചില കാര്യങ്ങൾ, തെറ്റായ പഠിപ്പീരുകൾ, ഇപ്പം പരിശുദ്ധ അമ്മ ദൈവമാതാവല്ല, യേശുവിൻ്റെ മാത്രം അമ്മയാണ്. അമ്മ എന്തിനാണ് ആദരിക്കുന്നത്? അമ്മ മുട്ടത്തോടല്ലേ യേശുവിന് ജന്മം നൽകിയെന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ എന്നൊരാൾ വന്ന് നമ്മളോട് പറയുമ്പോൾ ഇതൊരു അബദ്ധ ഉപദേശമാണെന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പഠിപ്പിക്കുക, സഭയിൽ പിതാക്കന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചൊരുങ്ങിയെടുത്ത തീരുമാനങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ജീവിക്കുമ്പം കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ പറ്റും. മറ്റു പല ചിന്തകളും നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ ഇതാണ് സത്യവിശ്വാസം, ഇതാണ് സത്യ ആരാധന എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം. ഇപ്പം പ്രധാനമായിട്ടും നിക്യ സുനഹദോസിലും ഈ സുനഹദോസുകളിലെല്ലാം ഉണ്ടായ പഠിപ്പീരുകളെക്കുറിച്ച് വ്യക്തമായിട്ട് ഓരോ സുനഹദോസും എടുത്തു വെച്ച് ആ സുനഹദോസിലെ വിഷയങ്ങൾ അത് നോട്ട്ബുക്കിൽ ആക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ആ സുനഹദോസുമായി ബന്ധപ്പെട്ട ബൈബിൾ ഭാഗങ്ങൾ, ഇപ്പോൾ എഫേസോസ് സുനഹദോസിൽ നെസ്തോറിയൻ പറഞ്ഞു പരിശുദ്ധ അമ്മ ദൈവമാതാവല്ല, യേശുവിൻ്റെ മാത്രം അമ്മയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വചനഭാഗങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് അല്പസമയമായിരിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം വചനപ്രകാരം പറയുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. കർത്താവേ, വിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന നല്ല ദൈവമേ, കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പിതാക്കന്മാർ ഒരുമിച്ച് കൂടിയ സത്യവിശ്വാസങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും തന്ന കൃപയോർത്ത് നന്ദി പറയുന്നു. ഈ സത്യവിശ്വാസം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ,
അമ്മയുടെ വിമല ഹൃദയത്തിന് മുമ്പിൽ പ്രത്യേകം ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് വെക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.